അസഹിഷ്ണുത വേണ്ട. നമുക്ക് മറ്റൊരാളെ കാണുമ്പോൾ, മറ്റൊരാളുടെ പ്രവൃത്തി കാണുമ്പോൾ നാം എന്തിനാണ് അതിൽ അസഹിഷ്ണുതരാകുന്നത്? നന്നായി ഉടുത്തൊരുങ്ങി നല്ല പൊട്ടുമൊക്കെ തൊട്ട് പൂവൊക്കെ ചൂടി വരുന്ന സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുമ്പോൾ പൊട്ട് ശരിയായില്ല, സാരി ശരിയായില്ല, അല്ലെങ്കിൽ ഉടുത്തിരിക്കുന്ന ശരിയായില്ല, അല്ലെങ്കിൽ കളർ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സന്തോഷം വരത്തില്ല. കല്യാണത്തിന് പോയി എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളി കല്യാണമായിരുന്നു, പെണ്ണും കൊള്ളാം, ചെറുക്കൻ കൊള്ളാം, എല്ലാം കൊള്ളാം, പക്ഷെ സാമ്പാർ അത്ര പോരാ. എന്തിലെങ്കിലും ഒരു കുറ്റം പറഞ്ഞില്ലെങ്കിൽ നമുക്കെന്തോ ഒരു ഉറക്കം വരാത്ത രീതിയാണ്. ഇത് അസഹിഷ്ണുതയുടെ സ്വഭാവമാണ്. സമൂഹം അങ്ങനെ തന്നെയാണ്. ചെറിയ നേതാക്കൾ വളർന്നു വരുമ്പോൾ വലിയ നേതാക്കൾക്ക് അസ്വസ്ഥത, ചെറിയ കുട്ടികൾ വളർന്നു വരുമ്പോൾ വലിയവർക്ക് അസ്വസ്ഥത, പുതിയ ശാസ്ത്രജ്ഞൻ വരുമ്പോൾ നിലവിലുള്ള ശാസ്ത്രജ്ഞർക്ക് പ്രശ്നം, പുതിയ പ്രൊഫസർമാർ വരുമ്പോൾ നിലവിലെ പ്രൊഫസർമാർക്ക് പ്രശ്നം, ചെറിയ ആളുകൾ PhD എടുത്ത് വരുമ്പോൾ PhD ഇല്ലാത്ത പ്രൊഫസർക്ക് വലിയ ഈഗോ, കോംപ്ലക്സ്, അസഹിഷ്ണുത. ഈ അസഹിഷ്ണുത നമ്മെ ഒരിടത്തും കൊണ്ടെത്തിക്കത്തില്ല. നമുക്ക് കഴിയുമെങ്കിൽ കഴിയുന്നത്ര നേട്ടങ്ങൾ നമ്മൾ സതുദ്ദേശപരമായി നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. അല്ലാതെ ഒരു അസഹിഷ്ണുതയിലും ഒരു കാര്യമില്ല. ഇതിൽ വലിയ രൂപമാണ് പൊളിറ്റിക്കൽ അസഹിഷ്ണുത. മറ്റൊരു പാർട്ടിയിൽ ഒരാൾ വളർന്നു വന്നു പോയാൽ നമുക്ക് വലിയ അസഹിഷ്ണുതയാണ്. പാർട്ടിക്ക് അധികാരം കിട്ടിയാൽ അവർ എന്ത് വന്നാലും വലിയ അസഹിഷ്ണുത. നമ്മൾ ചാനൽ ചർച്ചയിലൊക്കെ നോക്കൂ, ഒരാളൊരു കാര്യം പറഞ്ഞാൽ അയാളെ വെട്ടി കൊന്ന് കുത്തി കീറി കൊല വിളിച്ചില്ലെങ്കിൽ എന്തോ ഒരു മോശക്കാരനാണെന്നാണ്. പോയിന്റ് ടു പോയിന്റ് അല്ല ഡിബേറ്റ് നടക്കുന്നത്, അസഹിഷ്ണുതയാണ് നടക്കുന്നത്. അപ്പോൾ അസഹിഷ്ണുത വലിയ ഒരു പ്രതിസന്ധിയാണ്. കേരളത്തിൽ ഇത് വളരെ വലിയ രൂപത്തിലാണുള്ളത്. മറ്റൊരാളിനെ കുറിച്ച് കുറ്റം പറയാൻ, മറ്റൊരാളിൻ്റെ വളർച്ച കാണാതിരിക്കാൻ വലിയ അസഹിഷ്ണുതയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. സഹിഷ്ണുതയല്ലേ ജീവിതത്തിൽ വേണ്ടത്? നമുക്ക് സഹിഷ്ണുതയുണ്ടെങ്കിൽ എന്ത് മനോഹരമായി കൊണ്ടുപോകാം. എന്തിനാണ് മറ്റൊരാളിൻ്റെ കാര്യം പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ചീത്തയാക്കുന്നത്? ഞാൻ ഒരാളെ തെറി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ തെറി പറഞ്ഞാൽ, ശരിക്ക് തെറി കേൾക്കുന്ന ആളിനേക്കാൾ പ്രശ്നം വരുന്നത് തെറി പറയുന്ന ആളിനാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ രാസപ്രവർത്തനം നടക്കുകയും ഹാർട്ടിനും ലിവറിനും കിഡ്നിക്കും ഒക്കെ ഫങ്ഷൻസ് കൂടുകയും പ്രശ്നങ്ങൾ കൂടുകയും ചെയ്യുന്നത് പറയുന്ന ആളിനാണ്. അപ്പോൾ തിരിച്ച് നമുക്ക് ചിന്തിക്കാം, അസഹിഷ്ണുതകൾ ഒഴിവാക്കാം, സഹിഷ്ണുതയുള്ളവരാവാം. ജീവിതം ഒന്നേ ഉള്ളൂ, അത് വളരെ മനോഹരമായി ഓരോരുത്തരും ആനന്ദിക്കുക, മറ്റുള്ളവരുടെ ആനന്ദം കണ്ട് അതിലും ആനന്ദം നേടുക.